ഹായ് എവരി വൺ, സ്മാർട്ട് ആൻഡ് ഈസി ആക്സിൻ്റെ മറ്റൊരു ടെക് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു PDF ഫയലിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് എളുപ്പത്തിൽ കാണിച്ചു തരാം. ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ ആഡ് ചെയ്യുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് എല്ലാ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റുകളും ഓൺലൈൻ വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള ഡോക്യുമെൻറ്റിലൊക്കെ നമുക്ക് സിഗ്നേച്ചർ ആഡ് ചെയ്യാനായിട്ട് നമ്മളത് പ്രിൻറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ സൈൻ ചെയ്തിട്ട് അത് സ്കാൻ ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ കുറേ ടൈം നമ്മൾ അതിന് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ക്വിക്കായി ഒരു ലാപ്ടോപ്പോ ഒരു മൊബൈലോ യൂസ് ചെയ്ത് നമ്മുടെ ബ്രൗസറിലൂടെ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാതെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കാതെ ഫ്രീ ആയി മിനിറ്റുകൾക്കുള്ളിൽ നമുക്കൊരു സിഗ്നേച്ചർ ആഡ് ചെയ്ത് അതിന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ സ്മാർട്ടായി നമുക്കിതുപോലെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആഡ് ചെയ്യാമെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായി ഒരു വീഡിയോ കാണണം. അപ്പോൾ ഇനി നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആഡ് ചെയ്യാനും PDF നമുക്ക് എഡിറ്റ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മാജിക് ടൂൾസ് വരുന്നത് സ്മോൾ PDF എന്ന ഈ ഒരു വെബ്സൈറ്റിലാണ്. അപ്പോൾ നമ്മുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്ത് smallpdf.com എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ടൂൾസുകളുണ്ട്. നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ടൂൾസ് എന്നുള്ള ഈ സെക്ഷൻ തന്നെ കാണാൻ പറ്റും. നമുക്ക് സിഗ്നേച്ചർ ആഡ് ചെയ്യാനായിട്ട് സൈൻ എന്നൊരു ടാബ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഈ സൈൻ PDF എന്ന് പറഞ്ഞ് ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ മൊബൈലിലൊക്കെയാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂസ് ഫയൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു PDF ഫയലിനെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ലാപ്ടോപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഡ്രാഗ് ചെയ്ത് ആ ഒരു ഫയലിനെ ഡ്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിതുപോലെ ഈ ഒരു സിഗ്നേച്ചറിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് സിഗ്നേച്ചർ ആഡ് ചെയ്യേണ്ടത് നമുക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു ഫയലിനെ ജസ്റ്റ് സെലക്ട് ചെയ്ത് ഈ ചൂസ് ഫയൽ എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഈ ഒരു PDF ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തപ്പോൾ ചൂസ് എൻ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് സൈൻ എ ഡോക്യുമെൻറ്റ്, റിക്വസ്റ്റ് സിഗ്നേച്ചർ, അങ്ങനെ 2 ഓപ്ഷൻസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സൈൻ എ ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മളുടെ ആ ഒരു PDF ഇതുപോലെ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ എത്ര പേജുകൾ ഉണ്ടെങ്കിലും അത്രയും പേജുകൾ നമുക്കിവിടെ ഓപ്പൺ ആവും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എത്ര പേജ് ഉണ്ട് നമുക്കിതിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ PDF ആകെ ഒരു പേജുള്ളൂ, അതാണ് ഇവിടെ 1 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. വേറെ PDF ഫയൽസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കമ്പൈൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഇമേജസിനെ, വേർഡ് ഫയൽസിനെ, എക്സൽ ഫയൽസ്, പവർ പോയിന്റ് പ്രസൻറ്റേഷൻസ്, ഇങ്ങനെയുള്ള ഫയൽസിനൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു സിഗ്നേച്ചർ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഡിജിറ്റലായിട്ട് സിഗ്നേച്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് അത് പ്ലേസ് ചെയ്യണം. അപ്പം നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ നമ്മളെ ടൂൾസുകൾ ഇവിടെ കാണാം. പിന്നെ അതുപോലെ മുകളിലും സിഗ്നേച്ചർ ആൻഡ് ഇനീഷ്യൽസ്, ആഡ് ടെക്സ്റ്റ്, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കാണുന്നത് പാൻ എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പം നമ്മുടെ PDF ആ പേജിൽ എവിടെയാണ് നമുക്ക് സിഗ്നേച്ചർ ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പാൻ ചെയ്ത് ആ ഒരു പൊസിഷൻ ഇവിടെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ സെലക്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റുകളൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇത് സെലക്ട് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സിഗ്നേച്ചേഴ്സ് ആൻഡ് ഇനീഷ്യൽസ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ന്യൂ സിഗ്നേച്ചർ ഉണ്ട്, ന്യൂ ഇനീഷ്യൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മളിവിടെ ന്യൂ സിഗ്നേച്ചർ എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഡ്രോ, ടൈപ്പ്, അപ്ലോഡ്, അങ്ങനെ 3 ഓപ്ഷൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ ഡിജിറ്റലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പിന്നെ അപ്ലോഡ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അപ്ലോഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സിഗ്നേച്ചറൊക്കെ ഒരു ഫോട്ടോ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏറ്റവും ക്വിക്കായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രോ എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഡ്രോ എടുക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സിഗ്നേച്ചർ വേണ്ടതെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായി നമുക്കിവിടെ ഡ്രോ ചെയ്യാം. ഇപ്പോൾ ഡ്രോ ചെയ്തിട്ട് നമുക്കത് വീണ്ടും മാറ്റി ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്ലിയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. വീണ്ടും നമുക്കിത് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്ത് ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സിഗ്നേച്ചർ വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വരച്ചെടുക്കുക. അപ്പോൾ വരച്ചതിന് ശേഷം ക്രിയേറ്റ് എന്നുള്ള ഒരു ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല, ഇപ്പം നമുക്ക് ഇതുപോലെ ഈ ഒരു സിഗ്നേച്ചർ ഇവിടെ കിട്ടി.
ഡ്രോ ചെയ്തത് ബ്ലാക്ക് കളർ ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കളർ ഇനി നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കളർ എന്നുള്ള ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബ്ലൂ, റെഡ് അങ്ങനെയുള്ള കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏത് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു കളറൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ സിഗ്നേച്ചറിനെ നമുക്ക് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഈ സിഗ്നേച്ചർ ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ലൈനിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ചരിച്ചിട്ടാണ് ഈ സിഗ്നേച്ചർ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഡ്രോ ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ പ്ലേസ് ചെയ്യണമെന്നാണ് പറയുക. ഇനി നമുക്കിതിനെ തിരിച്ച്, അതായത് ഇപ്പം നമ്മളിത് പ്ലേസ് ചെയ്തു, പക്ഷെ നമുക്കിതിനെ കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ള ഓപ്ഷനും ഉണ്ട് ഇവിടെ. നമുക്കിതിങ്ങനെ ജസ്റ്റ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് കറക്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ സിഗ്നേച്ചറിൻ്റെ സൈസ് ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ നമുക്കിവിടെ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ നമുക്കിതിലേക്ക് പ്ലേസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു PDF വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും ഇതുപോലെ ഈ ഒരു PDF എഡിറ്ററിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ സിഗ്നേച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സിഗ്നേച്ചർ ആഡ് ചെയ്ത ഈ ഒരു ഫയലിനെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ബട്ടൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ഫയലിനെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ലിങ്കായിട്ട് നമുക്കിതിനെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഇനി നമുക്കിതിലേക്ക് ടെക്സ്റ്റ്, ഇപ്പോൾ നെയിം അതുപോലെ ഡേറ്റ്, ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഈ ഒരു എഡിറ്ററിൽ നമുക്ക് പറ്റും. ഇവിടെ ആഡ് ടെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് വേണ്ട ഫോണ്ട് സെലക്ട് ചെയ്യാം. ഏത് ഫോണ്ടാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ഇവിടെ ഇതുപോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻസെർട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. പിന്നെ അടുത്തത് ഡേറ്റ് ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു ആഡ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ വരിക, ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ തന്നെ നമുക്ക് ഫോണ്ട് സെലക്ട് ചെയ്യാം, സൈസ് സെലക്ട് ചെയ്യാം, പിന്നെ അതുപോലെ കളർ ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസെർട്ട് ടെക്സ്റ്റ് ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താണ് ടെക്സ്റ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ കയ്യിലുള്ള PDF-നെ നമുക്ക് അതിൽ എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാനും അതിൽ ഡിജിറ്റലായിട്ട് ഇതുപോലെ സിഗ്നേച്ചർ ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സെക്കൻഡിനുള്ളിൽ ഈ ഒരു ഡോക്യുമെൻറ്റിൽ ഇതുപോലെ സിഗ്നേച്ചർ ആഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഡോക്യുമെൻറ്റ്സിനെ പ്രിൻറ്റ് ചെയ്ത് സിഗ്നേച്ചർ ആഡ് ചെയ്ത് വീണ്ടും അതിനെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇതുപോലെ സ്മാർട്ടായി ഡിജിറ്റലായി സിഗ്നേച്ചേഴ്സ് ആഡ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.